നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ സിസ്റ്റർ ഹെയ്സ്ലൈറ്റിൻ്റെ പഠിപ്പിച്ച സ്കൂളിലെ ലിറ്റിൽ ഫ്ലവർ ഊന്നുകൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കുറച്ചുപേർ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. അവരെല്ലാവരും ഇന്ന് സ്കൂളിൽ നിന്ന് സിസ്റ്ററിൻ്റെ ഭൗതിക ശരീരം നേരിട്ട് കാണാനായിട്ട് ഇവിടെ ഒരു പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് എത്തിയതാണ്. സിസ്റ്ററുമായുള്ള ആ ഒരു ബന്ധവും ഓർമ്മകളുമെല്ലാം ഇപ്പോൾ ആ കുട്ടികൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. എപ്പോഴും ഒരു പുഞ്ചിരിയോടെ മാത്രമാണ് സിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും. ഞങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം സിസ്റ്റർ ഞങ്ങളുടെ കൂടെ നിന്നു. മലയാളം എന്ന സബ്ജക്റ്റിന് പുറമെ മറ്റെല്ലാ കാര്യത്തിനും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഒന്നും പറയാതെ തന്നെ ഞങ്ങളെ വിട്ടുപോയി. നല്ല വിഷമമുണ്ട്. സിസ്റ്റർ നമ്മളെ പെട്ടെന്നെല്ലാം മനസ്സിലാക്കും, നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കും. നമ്മളിപ്പോൾ ഒരു തളർന്നു പോകുന്ന സിറ്റുവേഷനിലെത്തിയാൽ സിസ്റ്റർ ഭയങ്കര നമ്മളെ കെയർ ചെയ്ത് നമ്മളെ നല്ലപോലെ നോക്കിക്കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സിസ്റ്റർ പെട്ടെന്ന് ഇങ്ങനെ ഇതായിരുന്നു, മരിച്ചു എന്നറിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഞങ്ങൾ എത്ര നാൾ കഴിഞ്ഞാലും ഈ സിസ്റ്ററിനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുമായിരുന്നു? ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓടിച്ചെല്ലും സിസ്റ്റർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ചെയ്യായിരുന്നു. സിസ്റ്റർ അതിനെല്ലാം തളർന്നു പോകാണ്ട് ഞങ്ങൾ കൂടെ നിൽക്കും. എല്ലാ കാര്യത്തിനും സപ്പോർട്ടൊക്കെ ചെയ്ത് ഞങ്ങളെ ഭയങ്കര കെയർ ആയിട്ട് കൊണ്ടുപോയി നടക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു സിസ്റ്റർ. നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അല്ലേ? അല്ല 10ാം ക്ലാസ്സിൽ മലയാളമാണ് സിസ്റ്റർ. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കയറിയ സ്റ്റുഡൻസാണ്. നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അല്ലേ? എന്താണ് പറയുന്നത്? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും സിസ്റ്റർ ഒരിക്കലും നമ്മളോട് ഒച്ചയെടുത്തല്ല പെരുമാറിയിട്ടുള്ളത്. ഇപ്പം എല്ലാ സമയത്താണെങ്കിലും പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ദേഷ്യപ്പെടുമ്പോഴാണെങ്കിലും സിസ്റ്റർ എപ്പോഴും ചിരിച്ച് മാത്രമേ നമ്മളോട് പെരുമാറിയിട്ടുള്ളൂ. ഇപ്പം അത് എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് വന്നാലും സിസ്റ്റർ എപ്പോഴും ചിരിച്ച് തന്നെ പെരുമാറാറുള്ളൂ. അതിപ്പം എത്ര വലിയ പ്രശ്നമാണെങ്കിലും സിസ്റ്റർ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലാണ്ട് ഒരിക്കലും ഒരു വഴക്കോട് കൂടിയോ അങ്ങനെയൊന്നല്ല ഒരിക്കലും സിസ്റ്റർ പെരുമാറിയിട്ടുള്ളത്. എപ്പോഴും ചിരിച്ച് നമ്മൾക്കത് എന്താ തെറ്റെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലാണ്ട് ഒരിക്കലും ആ തെറ്റിന് വഴക്ക് പറയോ ശിക്ഷ തരുമോ അങ്ങനെയൊന്നുമല്ല. അതാണ് സിസ്റ്ററുടെ ഏറ്റവും വലിയൊരു കാര്യം. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം റിട്ടയർഡായ അധ്യാപികയാണ് സിസ്റ്റർ ഹെയ്സ്ലെറ്റ്. സിസ്റ്ററിൻ്റെ സ്കൂളിലെ സ്റ്റുഡൻസാണ് കുറച്ചുപേർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. ഈ കുട്ടികളെ സിസ്റ്റർ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി ആ സ്കൂളിലെ കുട്ടികളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സിസ്റ്റർ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സിസ്റ്റർ ഒരു അംഗമായി മാറി എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഈ കുട്ടികൾ ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത പങ്കുവച്ച വാക്കുകളും അവരുടെ കണ്ണുകളിൽ നിന്ന് ഉതിരുന്ന ഈ കണ്ണുനീരുമെല്ലാം. സിസ്റ്റർ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു, എത്രത്തോളം അടുത്തതായിരുന്നു. പഠിപ്പിക്കാത്ത വിദ്യാർത്ഥികളായിരുന്നിട്ട് കൂടിയ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ സ്നേഹത്തോടെ സിസ്റ്റർ പെരുമാറി എന്നതാണ് ഈ കുട്ടികൾ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്.